പിക്സൽ 8 സീരീസ് ലോഞ്ച് ചെയ്തെന്ന് പറയുന്നത് 75,999 രൂപയ്ക്കായിരുന്നു ആ ഒരു മോഡൽ ലോഞ്ച് ചെയ്തത്. അതിനുശേഷം അതിന് ഡിസ്കൗണ്ട് കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായില്ല. പക്ഷേ ഇപ്പോൾ ഒരു വമ്പനായുള്ള ഓഫറും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ബാങ്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്ക് എക്സ്ചേഞ്ച് ഓഫറും കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അങ്ങനെ ആ ഒരു രണ്ട് ഓപ്ഷൻ കൂടെ കൂട്ടി നോക്കുന്ന സമയത്ത് നമുക്ക് ഏകദേശം ഈ ഒരു പിക്സൽ 8 മോഡൽ നമുക്ക് ഏകദേശം 59,000 രൂപ അല്ലെങ്കിൽ അതിന് താഴെ ഈ ഒരു മോഡൽ ബൈ ചെയ്യാൻ പറ്റും. അപ്പോൾ എനിക്കുള്ള ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു മോഡൽ ബൈ ചെയ്യുമോ? ഇനിയിപ്പോൾ അഥവാ നിങ്ങൾ 75,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിലാണ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക. ബട്ട് നമുക്ക് ഈ ഒരു 59,000 രൂപ അല്ലെങ്കിൽ അതിന് താഴെ ഈ ഒരു മോഡൽ വർത്താണോ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ അവസാനം വരെ കണ്ട ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. നിങ്ങൾ ഈ ഒരു മോഡൽ വാങ്ങുമോ ഇല്ലയോ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. ഡിസൈനും കാര്യങ്ങളും നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ കാര്യമാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. കാരണം നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്തും പിക്സൽ 7 വെച്ച് പോകുന്ന സമയത്ത് കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റും അതുപോലെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഈ ഒരു പിക്സൽ 8 എന്ന് പറയുന്ന മോഡൽ. അതിൻ്റെ ഡിസൈൻ പാറ്റേൺ സെയിം ആണെങ്കിൽ കൂടി തന്നെ എങ്കിലും കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള മോഡൽ എന്ന് പറയുന്നത് പിക്സൽ 8 ആണ്. ഗോറില്ല ഗ്ലാസ് വിറ്റെക്സിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. അത് മാത്രമല്ല മാറ്റിൻ്റെ അലുമിനിയം ഫ്രെയിമും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വരുന്നത്. പിന്നെ ഈ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. നല്ലൊരു സ്റ്റീരിയോ സ്പീക്കർ സിസ്റ്റം ആണ് ഇതിൽ വരുന്നത്. അത് മാത്രമല്ല വയർലെസ് ചാർജിങ് കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. IP68 റേറ്റിംഗ് കാര്യങ്ങളും ഈ ഒരു മോഡൽ വരുന്നുണ്ട്. നല്ലൊരു കിഡിലും ഡിസ്പ്ലേ കാര്യങ്ങൾ നമുക്ക് ഈ ഒരു മോഡൽ കിട്ടുന്നുണ്ട്. അതായത് നമുക്കിനകത്ത് 6.2 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് OLED ഡിസ്പ്ലേ കാര്യങ്ങളാണ് വരുന്നത്. 120 Hz റിഫ്രഷ് റേറ്റും കാര്യങ്ങളും വരുന്നുണ്ട്. 1400 നിറ്റ്സിൻ്റെ പിക് ബ്രൈറ്റ്നസ് ആണ് വരുന്നത്. പിന്നെ നമ്മുടെ HDR കാര്യങ്ങൾ സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ ഗോറില്ല ഗ്ലാസ് വിറ്റെക്സിൻ്റെ പ്രൊട്ടക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ആക്ച്വലി ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. അതുപോലെ നിങ്ങൾ ഔട്ട് സൈഡിൽ യൂസ് ചെയ്യുന്ന സമയത്ത് അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അത് മാത്രമല്ല നല്ല കളർ കോൺട്രാസ്റ്റും കാര്യങ്ങളും വരുന്നുണ്ട്. പിക്സൽ 7 വെച്ച് പോകുന്ന സമയത്ത് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഡിസ്പ്ലേ നമുക്ക് ഈ ഒരു പിക്സൽ 8 കിട്ടുന്നുണ്ട്. ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് HDR സപ്പോർട്ടും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് HDR വീഡിയോസും കാര്യങ്ങളും പ്ലേ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആക്ച്വലി പിക്സൽ 7നെക്കാളും കുറച്ചുകൂടെ അല്ലെങ്കിൽ ബെറ്റർ ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു പിക്സൽ 8 കിട്ടിയിരിക്കുന്നത്. ക്യാമറ കാണുന്ന സമയത്ത് ഒരു കിടിലൻ ക്യാമറ സെറ്റപ്പ് തന്നെയാണ് ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത്. 50mm ഡ്യുവൽ ക്യാമറയാണ് വരുന്നത്. 50mm മെയിൻ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. വിത്ത് OISും കാര്യങ്ങളും സപ്പോർട്ട് ആവുന്നുണ്ട്. പിന്നെ നമുക്ക് 12mm അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ നമുക്ക് ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളും വരുന്നില്ല. അതുകൊണ്ട് അവിടെ യാതൊരു ഇഷ്യൂവും കാര്യങ്ങളും വരുന്നില്ല. നമുക്ക് 4K 60 FPS മാക്സിമം വീഡിയോ ഷൂട്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ട്. ഈ ഒരു ക്യാമറയുടെ UIയിൽ നമുക്ക് കുറേയധികം ഫീച്ചേഴ്സും കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് ക്യാമറ യൂസ് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ചോദ്യമാണ് ഇതിൻ്റെ പെർഫോമൻസ് എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അതായത് ഇതിനകത്ത് നമുക്ക് ഗൂഗിളിൻ്റെ ആ ഒരു ടെൻസർ ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതായത് ഗൂഗിൾ ടെൻസർ G3 എന്നുള്ള ആ ഒരു 4 nm ചിപ്സെറ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അതുപോലെ LPDDR5X റാമും UFS 3.1 സ്റ്റോറേജും കാര്യങ്ങളാണ് ഈ ഒരു മോഡൽ വരുന്നത്. ആക്ച്വലി ഈ ഒരു ചിപ്സെറ്റ് നോക്കുന്ന സമയത്ത് നമ്മുടെ മാർക്കറ്റിലുള്ള ചിപ്സെറ്റുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് അത്ര പവർഫുൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് ഇതിലും ബെറ്റർ ആയിട്ടുള്ള ചിപ്സെറ്റുള്ള സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ നിങ്ങൾക്ക് പെർഫോമൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ മോഡൽസ് ഇങ്ങനെയുള്ള അവൈലബിൾ ആണ്. എങ്കിലും ഈ ഒരു ചിപ്സെറ്റ് നോക്കുന്ന സമയത്ത് അത്ര ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ എന്താ പറയുക, നിങ്ങൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സ്മാർട്ട് ഫോൺ ആണ് നോക്കുന്നതെങ്കിൽ അതിന് പറ്റിയൊരു മോഡലായിരിക്കില്ല ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ആ ഒരു 8 Gen 2 8 Gen 1 ഒക്കെ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒപ്പം പോലും ഇതിൻ്റെ ബെഞ്ച് മാർക്ക് കാര്യങ്ങളും വരുന്നില്ല. അതുപോലെ തന്നെ ത്രോട്ട്ലിംഗ് ടെസ്റ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് കുറച്ച് വാമും കാര്യങ്ങളാവുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്. കാരണം വെച്ചാൽ ഈ ഒരു ചിപ്സെറ്റ് എന്ന് പറയുന്നത് ഒരു പെർഫോമൻസ് ഒരു ഹൈ ലെവലായിട്ട് അല്ലെങ്കിൽ ഒരു ടോപ്പ് ലെവലിൽ ഹൈ പെർഫോമൻസ് കാര്യങ്ങളും തരുന്ന ഒരു ചിപ്സെറ്റ് അല്ല. അത് നിങ്ങൾ നോട്ടീസ് ചെയ്തിരിക്കുക. അപ്പം അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ ഓക്കെ ആയിട്ടുള്ള കാര്യമാണ്. പെർഫോമൻസ് സൈഡിൽ കുറച്ച് താഴെയാണ് ഈ ഒരു പിക്സൽ 8 നിൽക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഹൈ ലെവലായിട്ടുള്ള റാം വേരിയൻ്റ് എന്ന് പറയുന്നത് 8GB റാം വേരിയൻറ്റും അതുപോലെ തന്നെ 256GB സ്റ്റോറേജ് വേരിയൻ്റ് കാര്യങ്ങളാണ് വരുന്നത്. ബാറ്ററി ബാക്കപ്പും കാര്യങ്ങളും നോക്കുന്ന സമയത്ത് നമുക്കിനകത്ത് 4575 mAh ബാറ്ററിയും അതുപോലെ 27 W ഫാസ്റ്റ് ചാർജിങ്ങും 18 W വയർലെസ് ചാർജിങ് കാര്യങ്ങളാണ് വരുന്നത്. ഒരു ഡീസൻ്റ് ആയിട്ടുള്ള പെർഫോമൻസ് കാര്യങ്ങൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോഫ്റ്റ്വെയർ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് നമുക്കിനകത്ത് Android 14 ആണ് ഔട്ട് ഓഫ് ദ ബോക്സ് കിട്ടുന്നത്. അതുപോലെ 7 വർഷത്തെ OS അപ്ഡേറ്റും കാര്യങ്ങളാണ് ഇതിൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത്രയും നാൾ ഒരു സ്മാർട്ട് ഫോൺ ആൾക്കാർ യൂസ് ചെയ്യുമെന്നുള്ളത് എനിക്ക് സംശയമാണ്. എനിക്കറിയില്ല. അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. കാരണം വെച്ചാൽ നമ്മളായാലും ഒരു 3 വർഷം കൂടിപ്പോയി ഒരു 4 വർഷം അത് കഴിയുമ്പോഴത്തേക്ക് ഒരു സ്മാർട്ട് ഫോൺ ചേഞ്ച് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പം എനിക്കറിയില്ല. പക്ഷേ എന്നാലും നിങ്ങൾക്ക് സോഫ്റ്റ്വെയർ അപ്ഡേറ്റും കാര്യങ്ങളെക്കുറിച്ച് യാതൊരു ഇഷ്യൂസോ അല്ലെങ്കിൽ ടെൻഷനോ കാര്യങ്ങളോ വേണ്ട. നിങ്ങൾക്ക് 8 വർഷം കണ്ടിന്യൂസ് ആയിട്ട് 8 വർഷമല്ല 7 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് അപ്ഡേറ്റ് കാര്യങ്ങൾ കിട്ടുന്നതായിരിക്കും. സെക്യൂരിറ്റി ആയിക്കോട്ടെ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ആയിക്കോട്ടെ അതൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ആദ്യം വീഡിയോയിൽ ചോദിച്ച പോലെ തന്നെ ഇത് നിങ്ങൾ വാങ്ങുമോ അല്ലെങ്കിൽ ഇത് വർത്തായിട്ടുള്ള ഒരു മോഡലാണോ? അതായത് ഒന്നെങ്കിൽ 60,000 രൂപ അല്ലെങ്കിൽ അതിന് താഴെ 50,000-55,000 രൂപ ആ ഒരു പ്രൈസ് റേഞ്ചിൽ നിങ്ങൾ ഈ ഒരു മോഡൽ വാങ്ങുമോ അല്ലെങ്കിൽ വർത്തായിട്ടുള്ള ഒരു മോഡലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ ഈ ഒരു മോഡൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലാഗ്ഷിപ്പ് ലെവലുള്ള പ്രീമിയം ഡിസൈൻ, അത് മാത്രമല്ല നല്ലൊരു കിഡിലിൻ ഡിസ്പ്ലേ, പിന്നെ ക്യാമറ, പിന്നെ ഒരു ഡീസൻ്റ് ആയിട്ടുള്ള ബാറ്ററി, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നോക്കാൻ
പറ്റിയൊരു മോഡലായിരിക്കും ഈ ഒരു പിക്സൽ 8 എന്ന് പറയുന്നത്. ഇനി അഥവാ നിങ്ങൾക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്മാർട്ട് ഫോൺ, അതായത് നിങ്ങൾക്ക് ടോപ്പ് ലെവലായിട്ടുള്ള പെർഫോമൻസും കാര്യങ്ങളും ഈ ഒരു മോഡലിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പറ്റിയ മോഡൽസും കാര്യങ്ങളും അപ്കമിംഗ് ആയിട്ട് വരുന്നുണ്ട്. അതായത് നമ്മുടെ സ്നാപ്ഡ്രാഗണിൻ്റെ 8 Gen 3 ചിപ്സെറ്റും കാര്യങ്ങളൊക്കെ ഉള്ള കുറേ സ്മാർട്ട് ഫോൺസും കാര്യങ്ങളും ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യാം. അതല്ല ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും വെർത്തായിട്ടുള്ള മോഡലായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായിട്ട് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി മറ്റൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.